ഇത് ഞാൻ കുറേ കാലമായിട്ട് ഈ നാട്ടുകാരുടെ കള്ള എന്നുള്ള വിളി കേൾക്കണതാണ്. അപ്പോഴൊന്നും ഞാൻ നിന്നെ സംശയിച്ചിട്ടില്ല. ഇത് കഴിഞ്ഞ് നീ തിരിച്ചു കൊടുത്തു ഈ രത്നം, ഇതിപ്പോൾ വീണ്ടും കാണുന്നില്ല. സത്യം പറ, നിനക്കിതിൽ വല്ല പങ്കുണ്ടോ എന്ന് ചോദിച്ചു കൃഷ്ണനോട്. കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഏട്ടൻ എന്താ അങ്ങനെ തോന്നണത് എന്ന് ചോദിച്ചു. എന്തായാലും നീ ഒറ്റയ്ക്ക് ഈ കേസ് അന്വേഷിച്ച് പൂർത്തിയാക്കിയിട്ട് എന്നെ അറിയിച്ചാൽ മതി, എന്നിട്ട് ഞാൻ വരാം. അല്ലാതെ നിൻ്റെ കൂടെയുള്ള നടപ്പ് ഞാൻ തൽക്കാലം നിർത്തി. നിൻ്റെ കൂടെ അങ്ങനെ നടന്നാൽ ആൾക്കാർ എന്നെ ഇനി കള്ളെന്ന് വിളിക്കും എന്ന് പറഞ്ഞ് ബലരാമസ്വാമി അവിടുന്ന് നേരെ മിഥിലയിലേക്ക് പോവുകയാണ്. എപ്പോൾ ഭഗവാനെ വിട്ടു നിൽക്കുന്നുവോ അപ്പോഴൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ പുതിയ വള്ളിയിൽ പോയി തലവെക്കും. അങ്ങനെ പോയി തലവെച്ച വള്ളിയാണ് ദുര്യോധനൻ എന്നത്. ബലരാമസ്വാമി കൃഷ്ണനെ വിട്ട് മിഥിലയിലേക്ക് പോയപ്പോഴാണ് ആ സമയത്ത് വെച്ച് അവിടെ വെച്ച് ഈ ദുര്യോധനനെ ശിഷ്യനായി സ്വീകരിക്കേണ്ടി വന്നത് എന്നാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയ കഥ. അങ്ങനെ ഇരിക്കെ ചാരന്മാർ വഴി ഒരു വിവരം കിട്ടി. കാശിയിൽ ഒരു സിദ്ധൻ വന്നു കൂടിയിട്ടുണ്ട്. ഒരുപാട് സ്നാനഘട്ടങ്ങളൊക്കെ അവിടെ നിർമ്മിച്ചു, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു. ആ പ്രദേശത്തിന് മുഴുവൻ എന്തെന്നില്ലാത്തൊരു ഐശ്വര്യമുണ്ട് ഇപ്പോൾ എന്നറിഞ്ഞു. അപ്പോൾ ഇവരെ വിട്ട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഇത് അക്രൂരരാണ്, ഇവിടെ നിന്ന് പോയിട്ട് അവിടെ കൂടിയതാണെന്ന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹത്തിനെ തിരിച്ചു വിളിപ്പിച്ച് ഈ ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് അക്രൂരരെ കൊണ്ട് തന്നെ ഉണ്ടായത് മുഴുവൻ പറയിപ്പിച്ചു. ക്രമേണ ജനങ്ങൾക്ക് വീണ്ടും ബോധ്യമായി ഈ രത്നവുമായി ഭഗവാന് യാതൊരു ബന്ധവുമില്ല എന്ന് മനസ്സിലായി. അങ്ങനെ അക്രൂരർ വളരെ വിഷമത്തോടുകൂടി ഭഗവാന് വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഒരു കണക്കിന് ഞാൻ ഇതിനൊരു കാരണക്കാരനാണല്ലോ, എൻ്റെ വാക്ക് കേട്ടല്ലേ ഈ ശതധന്യമാവ് പോയിട്ട് സത്രാജിത്തിനെ കൊന്നത്, എനിക്ക് ആ ഒരു കുറ്റബോധം കൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോയതെന്ന് പറഞ്ഞു. സാരമില്ല, എല്ലാവർക്കും മനസ്സിലാവും, പോട്ടെ, അങ്ങ് വിഷമിക്കൊന്നും വേണ്ടെന്ന് അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചു. ഈ രത്നം തിരിച്ച് ഭഗവാന് തന്നെ കൊടുത്തപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇത് പണ്ട് സത്രാജിത്ത് എനിക്ക് തന്നപ്പോഴും ഞാൻ വാങ്ങിയിട്ടില്ല, അങ്ങ് എനിക്ക് തന്നാൽ അതും ഞാൻ വാങ്ങില്ല. ഈ രത്നം യഥാർത്ഥ അവകാശിയുടെ ഏറ്റവും അർഹരായവരുടെ കയ്യിൽ തന്നെ ഇരിക്കണം. അതിന് ഏറ്റവും യോഗ്യനായ വ്യക്തി അങ്ങ് തന്നെയാണ്. അതുകൊണ്ട് അങ്ങ് തന്നെ ഈ രത്നത്തെ സ്വീകരിക്കുക, വേണ്ട വിധി പൂജിച്ച് അതിൽ നിന്ന് കിട്ടുന്നതായ ധനം ലോകത്തിന് മുഴുവൻ നന്മയ്ക്ക് വേണ്ടിയാണ് അങ്ങ് ഉപയോഗിച്ചത്, അത് തുടരൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ ഈ രത്നം തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. ഈ സ്യമന്തകം എന്ന രത്നം കാരണം എത്ര പേർക്ക് ശ്രേയസ് ഉണ്ടായി, എത്ര പേർക്ക് ആപത്തുണ്ടായി എന്നാലോചിച്ച് നോക്കൂ. സത്രാജിത്തിന് എന്തെന്നില്ലാത്ത ആക്രാന്തമായിരുന്നു ഈ രത്നത്തിനോട്. എന്തുണ്ടായി? അവസാനം സ്വന്തം ജീവൻ പോയി. പ്രസേനൻ ഇത് നാലാളെ കാണിക്കുന്നതിന് വേണ്ടി വെറുതെ കഴുത്തിലിട്ട് പോയതാ, അദ്ദേഹത്തിൻ്റെ ജീവൻ പോയി. അതിനുശേഷം ഇതെന്താണെന്ന് മനസ്സിലാവാതെ പോയി കടിച്ചെടുത്ത് കൊണ്ടുപോയതാണ് ഈ സിംഹം. ആ സിംഹത്തിനെയും ജാമ്പവാൻ കൊന്നു. ഇത് കഴിഞ്ഞ് ഇതിനോട് യാതൊരു പ്രതിപത്തിയും മമതയും ഇല്ലാതെ തൻ്റെ കുട്ടികൾക്ക് കളിക്കാൻ ഇട്ടുകൊടുത്ത ആളാണ് ജാമ്പവാൻ. പരമഭക്തനായിരുന്ന അദ്ദേഹത്തിന് ഭഗവാനെ ദർശിക്കാനും സാധിച്ചു, തൻ്റെ പുത്രിയെ ഭഗവാന് കൊടുക്കാനും സാധിച്ചു. അതിനുശേഷം ഇത് അക്രൂരരുടെ കയ്യിലെത്തി. അക്രൂരർക്കോ ഇതുകൊണ്ട് യാതൊരു സാമ്പത്തിക ലാഭവും പ്രതീക്ഷിക്കാതെ അദ്ദേഹം ലോകത്തിന് വേണ്ടി ഉപയോഗിച്ചു. അദ്ദേഹത്തിന് ലോകരിൽ നിന്നെല്ലാമുള്ള ആശംസയും കിട്ടി, അനുഗ്രഹവും കിട്ടി. അദ്ദേഹം സമാധാനമായി ജീവിക്കുകയും ചെയ്തു.